ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് മാർബിൾ കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബീറ്റർ വെച്ചത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് പഞ്ചസാരയും മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ക്രീമി ആയിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ബീറ്റർ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ നമുക്കൊന്ന് അരിച്ച് ചേർക്കാം. ഇനി നമുക്കൊരു സ്പാറ്റുല വെച്ച് ഇത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം ചേർക്കാനായിട്ട്. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബാറ്ററിൻ്റെ പകുതി ബാറ്റർ മറ്റൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ടീൻ ഓൾറെഡി ബട്ടർ പേപ്പർ വെച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ബാറ്റർ ചേർക്കുമ്പോൾ ആദ്യം നമ്മൾ വാനിലയുടെ ബാറ്ററാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാറ്റർ തീരുന്നത് വരെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് കേക്ക് ടീനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂവർ വെച്ച് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പഴയൊരു ചീനച്ചട്ടി ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കേക്ക് ടീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടും. കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളൊന്നൊരു സ്ക്യൂവർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ക്യൂവറിൽ ഒന്ന് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായെന്നാണ് അർത്ഥം. അപ്പോൾ 30 മിനിറ്റിൽ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി സ്ക്യൂവറിൽ ഒട്ടി പിടിച്ചാൽ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബട്ടർ പേപ്പറും ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാർബിൾ കേക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.